വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പഠിച്ചു എനിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല, അതേപോലെ തന്നെ എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയി, പഠിച്ചത് ഓർമ്മ വരുന്നില്ല എന്നൊക്കെ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിമെറിറ്റ്സിനൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ MS അക്കാദമിയിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നൊരു 5 ടെക്നിക്ക് ഡിസ്കസ് ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ശേഖരിച്ച് വെക്കാമെന്ന് നമുക്ക് 5 രീതിയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് പോമോഡോറോ ടെക്നിക്ക്. അതായത് നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും പഠിച്ചാൽ അവരുടെ ബ്രെയിനിൽ 25 മിനിറ്റ് മാത്രമേയാണ് ആ ഒരു കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു കണ്ടിന്യൂസ് സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുക, ഒരു 25 മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മെമ്മറിയിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറിക്ക് തന്നെ ഓട്ടോമാറ്റിക് ബോറടിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 25 മിനിറ്റ് ഫോക്കസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. സെക്കൻഡ് ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് യൂസിങ് ഡയഗ്രാംസ് ആൻഡ് കണക്ഷൻസ്. നമ്മൾ പഠിക്കുന്ന ആ ഒരു ആശയം എന്താണോ അതിന് നമ്മുടെ മനസ്സിലോട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഡയഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മാപ്പ് പോലെ ഇങ്ങനെ വരച്ച് സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം, ചാർട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ് അതിനവിടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനായിട്ട് ഫോം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമ്മൾ എക്സാം ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടെക്നിക്ക്. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അവരുടെ ബുക്കുകളിൽ പറയുന്നുണ്ട് ഈ ഒരു മൈൻഡ് മാപ്പിങ്ങിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. തേർഡ് രീതിയാണ് ചങ്കിങ്. ചങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ നമ്മൾ ഓരോ ബ്രേക്കായിട്ട് പഠിക്കുക. അതായത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഓരോ കാര്യത്തെയും ചെറിയ സ്മോളർ ടാസ്കുകളാക്കി പഠിക്കുന്ന ഒരു ഏരിയയെ അല്ലെങ്കിൽ ടെക്നിക്കാണ് ചങ്കിങ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ +1 ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഫങ്ഷനും എന്താണെന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പോവുക. ഏത് വിഷയത്തിൽ അങ്ങനെയൊക്കെ നമ്മുടെ മാത്തമാറ്റിക്സ് എടുത്ത് നമുക്ക് മെട്രിക്സ് അതേപോലെ തന്നെ അനാലിസിസ് അതിനൊക്കെ നമ്മൾ ഓരോ ചെറിയ ഭാഗമാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്ന ടെക്നിക്കാണ് സെൽഫ് ക്വസ്റ്റ്യനിങ്. നമ്മൾ തന്നോട് ചോദിക്കുക, ഇന്ന് എന്താണ് ഞാൻ പഠിച്ചത്, ഏത് ടോപ്പിക്സ് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച കാലത്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെൽഫ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. ആസ്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ മെറ്റീരിയൽ ടു ബി റീൻഫോഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പഠിച്ച ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്ന ഒരു ടെക്നിക്സ് മെയിനായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആകുന്നതാണ് ഈ ടെക്നിക്ക് പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്കാണ് സമ്മറൈസേഷൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പേജ് പഠിച്ചു. അപ്പോൾ ആ പേജിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ഓരോ പോയിൻറ്റ്സിനെയും നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത് ഡിസ്റ്റിൽ കോംപ്ലക്സ് ഇൻഫർമേഷൻ ഇൻ ടു കൺസൈസ് സമ്മറൈസസ്. ഒരുപാട് വലിയ ഓരോ ഏരിയയും നമുക്ക് നമ്മുടെ ഓരോ കുഞ്ഞു ടോപ്പിക്കായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഹെൽപ്ഫുള്ളായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് വിഷ്വലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഡയഗ്രാംസ് വീഡിയോസ് ഓരോ കോൺസെപ്റ്റ്സ് കോണ്ടൻസ് ഒക്കെ നമ്മുടെ ഒരു ടോപ്പിലേക്കായിട്ട് കൊണ്ടുവരിക. നമ്മളിങ്ങനെ ഓരോ ഡയഗ്രാംസ് ആക്കി പഠിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും, നമുക്ക് ഒരുപാട് നമ്മുടെ മെമ്മറിയിൽ അവിടെ സ്റ്റോർ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് എക്സാം ഹോളിലൊക്കെ ആകുമ്പോൾ ആ ഒരു മെത്തേഡ് അവിടെ ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അവിടെ റീകോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും.
നെക്സ്റ്റ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രാക്ടീസ് ടീച്ചിങ്. നമ്മൾ എന്താണോ പഠിച്ചത് അത് ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ പെർഫോം ചെയ്യുക. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ടു സം വൺ ഹെൽസ് ലൈക്ക് എ ഫ്രണ്ട് ഓർ ഫാമിലി മെമ്പർ. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ തന്നെ പ്രാക്ടീസ് ടീച്ചിങ് മുഖേന ആ ഒരു നോളജ് അവിടെ ഗെയിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ആ ഒരു ടോപ്പിക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും 5-6 ടെക്നിക്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നന്നായി അവിടെ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.